ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവ് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 1948 കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ വിരളമാണ്. കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് അതിൽ പ്രവർത്തിച്ച ഒരാളുണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മൃഗീയമായി മർദ്ദനമേൽക്കുകയോ ചെയ്യാറുണ്ട്. എൻ്റെ പിതാവിനും മൃഗീയമായി മർദ്ദനമേറ്റിട്ടുണ്ട്. അത് EMSനെ പോലെയുള്ള മഹാന്മാരെ സുരക്ഷിത രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിക്കാൻ പോയതിനാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് രക്തത്തിൽ വളർന്നതുകൊണ്ട് ആരെയും പേടിയുമില്ല, അവരെ പറ്റി ഭയാശങ്ക നടക്കാറുമില്ല. ജീവിക്കുമ്പോൾ ഒരു ദിവസമാണെങ്കിൽ അന്തസ്സോടെ ജീവിക്കുക, അത് സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് ഞാൻ അന്ന് മുതൽ എൻ്റെ കുട്ടിപ്രായം മുതലാണ് പട്ടിണി പാവങ്ങളോടുള്ള എൻ്റെ സഹാനുഭൂതിയും എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. അവർക്ക് വേണ്ടി സഹായിക്കണം, അതേപോലെ എല്ലാ ജാതി മതങ്ങൾക്കപ്പുറത്ത് ചിന്തിക്കണം, ഈ പൊതുസമൂഹത്തിൽ സാംസ്കാരികമായി വളരണം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാതെ പോയത് അത് മാത്രമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെയുള്ള നേതാക്കന്മാരെ പല പാർട്ടികളിലും നമ്മൾ കാണാറുണ്ട്. അതായത് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ള വിഭാവനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങളുണ്ട്. പല നേതാക്കന്മാരുടെയും കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ, ഗൗരിയമ്മേനെ പോലുള്ള ആളുകൾ, അതുപോലുള്ള ധാരാളം ആളുകളുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പോലീസ് മർദ്ദനമേറ്റുള്ള ആളുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. മറ്റുള്ള പാർട്ടികളിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളെങ്കിലും ശോഭാ സുരേന്ദ്രനെ പറ്റി ഞാൻ ആദ്യം ഞാൻ അവരെക്കുറിച്ച് എതിരായ വാർത്ത ചെയ്ത ആളാണ്. പിന്നീട് അവരെ നേരിട്ട് പരിചയപ്പെടുന്നു, അവരുടെ കാര്യങ്ങൾ പഠിക്കുന്നു. അവരുടെ ജീവിതം കേട്ടുകഴിഞ്ഞാൽ പട്ടിണിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു ധീര വനിതയാണ്, തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് മനസ്സിലായിക്കൊണ്ടുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന നേതാവാണ് ശരിക്കും ശോഭാ സുരേന്ദ്രൻ. അവരെങ്ങനെ BJPയിൽ എത്തിപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും BJPയിൽ അവർ ആത്മാർത്ഥമായുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ആ ആത്മാർത്ഥമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പിണറായി വിജയനെതിരെ ശക്തമായി അവർ ഒരു വെള്ളം പോലും ചേർക്കാതെ ആഞ്ഞടിക്കുന്നത്. അവരുടെ തീപ്പൊരി പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രം മതി, നമ്മൾ ഓട്ടോമാറ്റിക് അവരുടെ ആരാധികയായി തീരും. അത്രയും സത്യസന്ധമായ ഒരു പരിവേഷമാണ് അവർക്കുള്ളത്. കേരളത്തിലെ BJPയെ സംബന്ധിച്ചോളം നമുക്കറിയാം, അത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആ നേതാക്കന്മാരെക്കുറിച്ച് ആരെക്കുറിച്ചുമില്ല. എങ്ങനെയെങ്കിലും ഇലക്ഷൻ സമയത്ത് കിട്ടുന്ന ഹവാല പണം തട്ടിയെടുക്കുക, അല്ലെങ്കിൽ പണം പിരിക്കുക, ഇതെങ്ങനെയെങ്കിലും ആ സമയത്ത് കുറച്ച് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ട് കിട്ടുന്ന കമ്മീഷൻ അടിച്ചു മാറ്റുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പണി. ഇവിടെയുള്ള BJPയുടെ നേതാക്കന്മാരെ K. സുരേന്ദ്രൻ, V. മുരളീധരനൊക്കെ പിണറായി വിജയനുമായി ഒത്തു കളിക്കുകയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തൂക്കിയെടുത്ത് അകത്താക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രമാത്രം ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടും തൊടാത്തത്? കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടത് ഇലക്ഷൻ വരെയാണ്. അതിനുശേഷം അത് കേൾക്കുന്നേ ഇല്ല. കാരണം ഇലക്ഷൻ വരെ വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു തന്ത്രമാണ് ഈ BJP കരുവന്നൂർ ബാങ്ക്. അതേപോലെ തന്നെയാണ് മാസപ്പടി വിവാദം, ഇതേപോലെയാണ് സ്വർണ്ണക്കളകടത്ത്, ഡോളർ കടത്ത്, എന്തിന് ഞാൻ കൊണ്ടുവന്ന ലാവലിംഗ് കേസ് വരെ ഇവർ BJP വെച്ച് കച്ചവടം ചെയ്യുകയാണ്. ഇതിലൂടെ കോടികളാണ് ഒരു ഭാഗത്ത് നേതാക്കന്മാരുണ്ടാക്കുന്നത്, മറുഭാഗത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരും പറഞ്ഞു. എന്നാൽ അതിലൊന്നും തയ്യാറല്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ BJPക്ക് അടിത്തറയുണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം അവർ പാലക്കാട് മത്സരിച്ചു, അവിടെ എല്ലാ തരത്തിലും BJPയെ വളർത്തിയെടുത്തു. അവരൊറ്റ മത്സരിച്ചിട്ടുള്ളൂ, അതോടെ BJP വളർന്ന് പന്തലിച്ചു എന്ന് പറയാം. BJPയുടെ ഏറ്റവും അടിത്തറയുള്ള സ്ഥലമായി പാലക്കാടായി മാറി. പിന്നീട് ആറ്റിങ്ങൽ അവർ മത്സരിച്ച സമയത്ത് 2,80,000 വോട്ടാണ് കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ അവർ നേടിയെടുത്തത്. അതിനുശേഷം ആ സ്ഥലം തപ്പിയെടുത്തതാരാണ്? V. മുരളീധരൻ എന്താ പണി? കേരളത്തിൽ പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് കേസുകൾ കട്ടിമറിക്കുക, ഒത്തുതീർപ്പാക്കുക, കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിലെ BJP വളർത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല. എന്നാൽ ശോഭാ സുരേന്ദ്രനാകട്ടെ അവിടെയും മറികടഞ്ഞ് അവസാനം ആലപ്പുഴ വന്നിട്ട് ഇപ്രാവശ്യം ഇലക്ഷൻ നിന്നിരിക്കുകയാണ്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 3-3.5 ലക്ഷം വരെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, അട്ടിമറി വിജയം വരെ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അവിടെ ഒന്നുമില്ലാത്ത ആലപ്പുഴയിൽ, കമ്മ്യൂണിസ്റ്റ് കോട്ടയിലാണ്
ശോഭാ സുരേന്ദ്രൻ രംഗപ്രവേശം ചെയ്തത്. അവർ അവിടെ അഴിമതിക്കെതിരെയും അതേപോലെ അവിടെയുള്ള തട്ടിപ്പുകൾക്കെതിരെയുമാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്. 2 സ്ഥാനാർത്ഥികൾക്കെതിരെയും ആഞ്ഞടിക്കുക മാത്രമല്ല അവിടെ പാവപ്പെട്ട ആളുകളെ കയ്യിലെടുക്കുകയാണ് അവർ എളുപ്പത്തിൽ ചെയ്തത്. സത്യത്തിൽ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അണികൾ പുതിയതായി അവർക്ക് സപ്പോർട്ട് വരുന്നത്. അവരെ ആരും പറയാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യുന്നത്. എനിക്കറിയാം ആലപ്പുഴയിലെ BJP സംവിധാനങ്ങളൊന്നും ഇത്തവണ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല വിജയിക്കാൻ വേണ്ടി, ശോഭാ സുരേന്ദ്രന് വേണ്ടി എന്നറിയാം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും താരമായിരുന്നു, ദൃശ്യമാധ്യമങ്ങളിൽ താരമായിരുന്നു. അവസാനം BJPയുടെ അവസാനത്തെ വാക്ക്, കേരളത്തിൽ കേട്ട വാക്ക് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ഈ വഴിക്ക് ശോഭാ സുരേന്ദ്രന് വലിയ തോതിലുള്ള ഒരു വോട്ട് ബാങ്ക് തന്നെ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എപ്പം പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചല്ല. ഇത്തവണ 4 പേരെയാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കേന്ദ്ര നേതൃത്വം ഇലക്ഷന് പറഞ്ഞയച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ശോഭാ സുരേന്ദ്രൻ. മറ്റുള്ള 3 പേർ ആരൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം. അവരെവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്ന് ആർക്കും അറിയില്ല. എന്നാൽ താനെ, മുംബൈ, കല്യാൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനെത്തിയ ശോഭാ സുരേന്ദ്രൻ, അവിടെ ഷിൻഡെ, അതായത് മുംബൈയുടെ മുഖ്യമന്ത്രി ഷിൻഡെയുടെ മകൻ മത്സരിക്കുന്ന സ്ഥലത്ത് അവിടെ മലയാളികളുണ്ട്. അവരെ ആകർഷിക്കാൻ ഏറ്റവും പറ്റിയ ആൾ കേരളത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനാണെന്ന് മനസ്സിലാക്കിയിട്ടുകൊണ്ടാണ് ഷിൻഡെ അവിടെ വരുത്തിച്ചത്. അവിടെ 10,000-ങ്ങളെയാണ് ആകർഷിച്ചുകൊണ്ട് തീപ്പൊരി പ്രസംഗം നടത്തിയത്. മുംബൈയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. അവർ കേരളത്തിലെ നേതാവ് മാത്രമല്ല നാഷണൽ ലീഡറാണ് എന്ന് തെളിയിക്കുന്ന പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇപ്പോഴിതാ അവരെ വാരാണസിയിലേക്ക് വിളിച്ചിരിക്കുന്നു. വാരാണസിയിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പോകുന്നത്. അവിടെ വാരാണസിയിൽ മലയാളികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് അവർ ചെല്ലുന്നത്. അവർക്ക് ഹിന്ദിയിലും മനോഹരമായി പ്രസംഗിക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് സവിശേഷത. മറ്റു നേതാക്കൾക്കില്ലാത്ത ഒരു തീപ്പൊരി പ്രാസംഗിയായി കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശോഭാ സുരേന്ദ്രനെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവർ ഒരു നാഷണൽ ലീഡറായ വഴി കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ അവർക്ക് യോഗ്യത കൂടുതൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അമിത്ഷായുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാരെ, അവരെ എല്ലാ തരത്തിലും മൂലക്കിട്ട് കൊല്ലുന്ന അല്ലെങ്കിൽ ഒതുക്കുന്ന നേതാക്കന്മാരെ വിലവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. 10 വർഷത്തോളമാണ് അവർ എല്ലാ തരത്തിലും പീഡനങ്ങൾ പാർട്ടിയിൽ അനുഭവിച്ചിട്ടുള്ളത്. അവരെ മൂലക്കിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച പാർട്ടി നേതാക്കന്മാർ അവസാനം അവരെയെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവ് കൊണ്ടും തീപ്പൊരി പ്രശ്നം കൊണ്ടും അവരെ അതിനെതിരെ എല്ലാം കവച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നാഷണൽ ലീഡറായി മാറിയിരിക്കുന്നു, പ്രചാരകയായി മാറിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിലേക്കും വിളിക്കുന്നു. കേന്ദ്രത്തിൽ അടുത്ത മന്ത്രിയായിട്ട് തന്നെ അവർ വരികയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കേരളത്തിൽ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ, കേരളത്തിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ പോലും അവർ ചിലപ്പോൾ ഡൽഹിയിൽ ഒരു കേന്ദ്രമന്ത്രിയായി വരാൻ സാധ്യതയുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഇപ്പോൾ അവർക്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടി പല വഴികളും മുരളീധരനും കെ സുരേന്ദ്രനും പ്രവർത്തിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ കൊണ്ട് എല്ലാ കളികളും കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ശോഭാ സുരേന്ദ്രൻ തൊടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഓരോ തവണയും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വളർന്ന് പന്തലിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഒറ്റയടിക്ക് കുതിച്ചുയരുകയാണ് ചെയ്യുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇന്ന് നാഷണൽ ലീഡറാണ്. നന്ദി, നമസ്കാരം.